ഏതു നിമിഷവും യുദ്ധമെന്ന ഭീതി നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിൽ ഒരല്പം ആശ്വാസത്തിന് വക നൽകിക്കൊണ്ട് ഇറാൻ്റെ പുതിയ പ്രസ്താവന രംഗത്തെത്തിയിരിക്കുന്നു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവായ നാസർ കനാനി പറയുന്നത് തങ്ങൾ ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് തങ്ങൾ തയ്യാറാകുന്നില്ല, സംഘർഷാവസ്ഥ ഉണ്ടാക്കി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തങ്ങൾ തയ്യാറാകുന്നില്ല. പക്ഷേ ഇസ്രയേലിന് തക്കതായ ശിക്ഷ കൊടുത്തേ മതിയാകൂ. അതിന് തങ്ങൾ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. തക്കതായ സമയത്ത് തക്കതായ ശിക്ഷ തന്നെ നൽകുക തന്നെ ചെയ്യും. കാരണം ഈ ഇസ്രായേലാണ് ആ പ്രദേശത്തിൻ്റെ സമാധാനം കളയുന്ന അന്താരാഷ്ട്ര സമൂഹം ഇതുവരെ ഇസ്രായേലിനെ അടക്കി നിർത്തുവാനായി ശ്രമിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ ജോലി ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ആ ശിക്ഷ ഞങ്ങൾ നൽകും എന്ന് പറയുമ്പോൾ ലോകത്തിനൊരു നേരിയ ആശ്വാസമെന്ന് തോന്നേണ്ടി വരും. കാരണം വലിയൊരു യുദ്ധത്തിലേക്ക് പോകില്ല, പകരം ഇസ്രായേലിനെ മാത്രം ഒരു അറ്റാക്ക്. അത് ഇപ്പോഴത്തെ ഈ ഒരു മന്ത്രാലയത്തിൻ്റെ വക്താവ് പറയുന്നതനുസരിച്ചാണെങ്കിൽ 2 പ്ലാനുകളായിരുന്നു ഇറാന് ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ സഖ്യസൈന്യം ഉൾപ്പെടെ, അതായത് യമനിലും ഇറാഖിലും അടക്കമുള്ള ഇറാൻ്റെ സഖ്യസേനകൾ ഉൾപ്പെടെ ഒന്നിച്ച് ഒരു നിമിഷത്തിലുള്ള ഒരു പ്രത്യാക്രമണം. അതല്ല എന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ള അടക്കമുള്ള ഇറാൻ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ പലപ്പോഴായിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന രീതി. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം റോക്കറ്റ് ആക്രമണം ഉണ്ടായി, അതിനുശേഷം ഡ്രോൺ ആക്രമണം, അങ്ങനെ വരിക. വിവിധ ഗ്രൂപ്പുകൾ പല സമയങ്ങളിലായിട്ട് ഇതുപോലുള്ള അറ്റാക്ക് നടത്തുക. നമുക്കറിയാം ഏപ്രിൽ മാസത്തിൽ ഇറാൻ അനവധി മിസൈലുകളാണ് ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ടത്. പക്ഷേ അത് അധിക ദിവസം നീണ്ടു നിന്നില്ല ആ സംഘർഷം. അത്തരത്തിലൊരു തിരിച്ചടിയാണോ ഇതെന്നറിയില്ല. ഏതായാലും ഇതിന് തൊട്ടു പിന്നാലെ, ഈ മന്ത്രാലയ വക്താവിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡിൻ്റെ തലവൻ ഹുസൈൻ സലാമി പറയുന്നത് ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും, തങ്ങൾ ഇതിന് ശിക്ഷ നൽകും, അത് കൃത്യമായ സമയം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കൃത്യമായ സമയത്ത് ആയിരിക്കും എന്ന് പറയുന്നു. ഏതായാലും സംഘർഷാവസ്ഥയ്ക്ക് ഒട്ടും അയവില്ല. ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്ക് സംശയമില്ല. അത് ഏത് തരത്തിലായിരിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ്റെ പ്രസ്താവനയിൽ ഒരു നേരിയ ആശ്വാസം. അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകില്ല എന്ന ഒരു സൂചനയാണ് ഈ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.